नाच गाना सब बराबर चल रहा है, पैसा भी खूब कमा रही होगी। अब्बा साली को देने के वास्ते पैसा नहीं है साली। सब लोग बाहर जाओ। जाओ। हमारे को पैसे दिए बगैर यहाँ नाच गाना नहीं चल सकता। ஐயா, அவர் இங்க தகராறு பண்ண வந்திருக்கு. சரிங்க. முதலியாரா? சாப். அக்கிரமம் பண்ணி தான் ஹப்தா வசூல் பண்ணணுமா? மரியாதை வெளியே போடா. சரிங்க. முதலியாரா? போகாம പറയുന്നു. എന്താ വേഗം ഇങ്ങ് പോന്നേ? ആ അബ്ബാസ് അവിടെ വന്ന് കുഴപ്പമുണ്ടാക്കി എല്ലാവരെയും ഓടിച്ചു. അയാൾക്ക് തനിച്ച് കാണാനായിരിക്കും ആ പെണ്ണിന്റെ നാച്ച്. ആ പെണ്ണിനോട് ഒരു രാത്രി കഴിയാൻ 1000 രൂപയാന്ന് പറയുന്നല്ലോ, ശരിയാണോ? എന്താ നിനക്കൊരു ദിവസം ഏയ്, കൈ കാശില്ലാത്തവൻ ഇതൊന്നും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അഥവാ ഇനി കാശുണ്ടായാൽ തന്നെ കള്ളു കുടിക്കാനും പെണ്ണ് കുടിക്കാനൊന്നും ഞാനില്ല. പിന്നെ ആ കാശ് വെച്ച് നീ എന്തോ ചെയ്യും? ഒന്ന് പോണം നാട്ടിലേക്ക്, ഞെളിഞ്ഞ് തറവാട്ടിലേക്ക് കയറി ചെല്ലണം. അവിടെ എനിക്കൊരു അമ്മാവനുണ്ട്, ഒരു കാണ്ടാമൃഗം. ആ കിളവൻ്റെ ചെവിക്കുറ്റി നോക്കി ഒരു അടിയും കൊടുത്ത് അന്തസ്സായിട്ട് എൻ്റെ അമ്മയും പെങ്ങളെയും വിളിച്ചോണ്ട് പോകണം. എന്നിട്ടൊരു വലിയ പന്തലിടണം. കരക്കാരെ മുഴുവൻ വിളിച്ച് ഒരു ഗംഭീര സദ്യയും കൊടുത്തിട്ട് വേണം എൻ്റെ പെങ്ങളെ കെട്ടിച്ചയക്കാൻ. വലിയ മോഹങ്ങളാണല്ലോടാ. അല്ല, കാശൊക്കെ ഉണ്ടായിക്കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് കിളവൻ ചത്തുപോകുന്ന എൻ്റെ പേടി. അപ്പൊ പിന്നെ അടി നടക്കൂല. ആ, അതാണ്. നീ വിഷമിക്കണ്ട, ദുഷ്ടന്മാരെ ദൈവം പന പോലെ വളർത്തുമെന്നാണ്. என்ன கல்யாணி, சௌக்கியமா? வியாபாரம் எல்லாம் எப்படி? உங்க புண்ணியத்துல நல்லா இருக்கேன் சாமி. இது என் பொண்ணு சாமி. ஆஹா, ஒரு சாயா கொண்டு வா கல்யாணி. நம்ம அப்பக்குட்டி நான் இருந்தப்போ தினம் அருமையான சாயா கொடுப்பாரு எனக்கு. இதோ கொண்டு வரேன் சாமி. കേട്ടോടി നീ, അദ്ദേഹം കല്യാണിന്ന് പേര് വിളിച്ചു. വലിയ കാര്യം. പിന്നെ കാര്യം തന്നെ, അദ്ദേഹത്തെ പോലെ ഒരു വലിയ ആള് എന്നെ ഓർത്തല്ലോ. എന്തോന്ന് വലിപ്പം? അപ്താന്നും പറഞ്ഞ ആച്ചു തോറും പാവങ്ങളുടെ കാശ് തട്ടി പഠിക്കുന്നത്. ഓരമ്പട്ടവളെ, തോന്നിയസം പറഞ്ഞാലേ നിന്റെ നാക്ക് ഞാൻ അർത്ഥളെ. നിനക്കറിയില്ല, മുമ്പ് ദിവസവും കൊള്ളയും കൊലയും നടന്നുകൊണ്ടിരുന്ന ഈ തെരുവേ ഇന്ന് സമാധാനത്തോടെ കഴിയുന്നതേ ഈ മനുഷ്യൻ കാരണം. ചുമ്മാതല്ല അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ച് ഓരോരുത്തർ പൂജിക്കുന്നത്. என்ன யாரும் பேச மாட்டேங்கிறீங்க? இவன் என்ன அக்கிரமம் பண்ணாங்கிறத நீங்க சொல்லாட்டி எனக்கு எப்படி தெரியும்? என்ன சும்மா இருக்கீங்க? இவருக்கு பயந்துதான் யாரும் வாயை திறக்கறதில்ல. நீங்க வசூல் பண்ற பணம் எங்க பாதுகாப்புக்கு தான் சொன்னா முதல்ல இவங்கிட்ட இருந்து எங்களை காப்பாத்துங்கோ. என்னடா சொன்ன? அவன் போய் சொல்றான் சார். உண்மை என்னங்கிறது எனக்கு தெரியும். நீ இதுக்கு பதில் சொல்லி ஆகணும். முதல்ல இவங்க கிட்ட எல்லாம் மன்னிப்பு கேளு. அப்படி என்ன நீங்க என்ன நம்ப மாட்டீங்களா? இவங்களும் இங்க உள்ள தேவடியாக்களும் சொல்றது கேட்டுக்கிட்டு. என்னடா சொன்ன? நன்னி கிட்ட நாய என் முன்னாடி நிக்காத, போடா. இனிமே இவனால என்ன கஷ்டம் ஏற்பட்டாலும் சரி என்கிட்ட சொல்லுங்க, நான் கவனிச்சுக்கிறேன். எல்லாரும் போங்க. മണി വാടാ. കല്യാണിയമ്മേ, ഒരു 3-4 നല്ല ചായ, ഒരു 5-6 ചപ്പാത്തി. എനിക്ക് വേണ്ട, എനിക്ക് ഇവര് വിഷം കലക്കി തരും. അതേടാ, നീയൊക്കെ ചത്തു തൊഴഞ്ഞാലേ എനിക്ക് സമാധാനമുള്ളൂ. റേഡിയോ കള്ളാം. കിളവി, ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല. ചേട്ടൻ നല്ല ചൂട് ചായ ഞാൻ ഉണ്ടാക്കി തരാം. നല്ല ചൂടുണ്ടാവുമെങ്കിൽ എന്റെ വക ഒരെണ്ണം ആ തള്ളയുടെ തൊള്ളയിലോട്ട് ഒഴിച്ചു കൊടുക്ക്. എടാ നിന്നെ എവിടുന്ന ഈ മുട്ട? ഞാനും പറഞ്ഞില്ല. ഓഹോ, ഇങ്ങനെയാണ് ഇവിടെ മുട്ടയും ചപ്പാത്തിയും കുറയുന്നതല്ലേ? ചുമ്മാതല്ല, എത്ര തിന്നാൽ ഇവന്റെ ഒക്കെ കണക്ക് നോക്കുമ്പോ ഒന്നും ബാക്കി തരാനില്ല. എടി, കള്ളക്കണക്ക് നീ എന്നെ മുടിപ്പിക്കാനല്ലേടി? ചക്കാത്തിന് വാങ്ങി തിന്നാൻ നടക്കുന്ന നാണം കെട്ടവന്മാര്. ആവശ്യമില്ലാത്ത പറയണ്ട, എനിക്ക് നിങ്ങളുടെ ഓശാരൊന്നും വേണ്ട. ആരും അങ്ങനെ നല്ലവൻ ചുമയൊന്നും വേണ്ട. ഇനി ഒരുത്തന്നെ ഇവിടുന്ന് പച്ച വെള്ളം തരില്ല. പൊയ്ക്കാ അവിടുന്ന്.
എന്നെ കുത്തോൺ എടുപ്പിക്കാനായിട്ട് നാട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടിക്കുക ഓരോരുത്തന്മാരും. ഞാൻ പറഞ്ഞില്ലേ വേണ്ട. നിന്റെ ചേട്ടൻ പറഞ്ഞ ശരിയാ, അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തരാ നിന്റെ തള്ള. അമ്മ ആരും അങ്ങനെ കുറ്റം പറയുന്നു വേണ്ട. മിണ്ടാതെ തിന്നോണ്ട് പോയിക്കൂടെ? മതി ആയില്ല കഴിച്ചോടാ. ഇനി എന്റെ പൊന്നു ചേട്ടന്മാർക്ക് എന്റെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടാൻ പോണില്ല. പിന്നെ നിന്റെ തള്ളയുടെ കട കണ്ടോണ്ടല്ലേ എല്ലാരും ബോംബെയിലോട്ട് ഇറങ്ങി തിരിച്ചത്. വാചകമൊന്നും അടിക്കണ്ട. ശരിക്കുള്ള കണക്കുമായിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. आओ बैठो। माफ करना मेरे आदमी तुम्हें इस तरह ले आए। सुना है कि मुदलियार ने सबके सामने तुम्हारी बेइज्जती की है, क्या ये बात सही है? अगर ये बात सही है तो फिर तुम्हें उसके साथ काम करने की जरूरत क्या है? क्या तुम मेरे साथ काम करोगे? उससे मेरा क्या फायदा? फायदा कमाटीपुरा का आधा हफ्ता तुम्हारा होगा। वहाँ तो मुदलियार का राज है। तू उस बात की फिक्र मत कर अब्बास। मैंने जब तुम्हें बोल दिया कि तेरे सिर पे मेरा हाथ है तो उधर अन्ना नहीं तू राज करेगा। अब्बास अब भी वक्त है। कुत्ते की जिंदगी जीना चाहता है तो ठीक है, वरना ठीक है। सलाम मुदलियार साहब। என்ன பாஸ், நீயும் காலையில வாக்கிங் கிளம்பிட்டியா? मुदलियार के कोई चमचे हो या कोई कुत्ता मेरे खिलाफ शिकायत करने वाले हो तो बाहर निकल। आज से इस इलाके का शहंशाह हूं मैं। यहां जो भी होगा मेरी मर्जी से होगा। अगर किसी को इतराज हो या इस अब्बास के खिलाफ कोई आवाज उठाए तो उसका वही हाल होगा जो मुदलियार का हुआ था। चल। ഹരി തന്നെ വിളിക്കുന്നു. मेरे पे कोई शिकायत? बोल रहे बोल। आज के बाद तू यहाँ काम नहीं करेगा। तुझे 48 घंटे का मोहल्लत दे रहा हूं मैं। उसके बाद इस गली में भी नजर नहीं आना चाहिए, समझा क्या? നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്ന അബ്ബാസ് പറഞ്ഞിരിക്കുന്നത്. അവർ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ എനിക്കെന്നല്ല ആർക്കും ഇവിടെ ജീവിക്കാൻ കഴിയില്ല. ഹരിക്ക് എന്നോടൊന്നും തോന്നരുത്. चल। आओ। क्या हुआ सर? चोर है साला, और कुछ नहीं सर, बस इतने ही। चल। അയ്യോ നമ്മുടെ റേഡിയോ. മിണ്ടരുത്. നൈറ്റ് ഡ്യൂട്ടി എന്നും പറഞ്ഞ് അവന് മോഷണമായിരുന്നു പണി അല്ലേ? ഒരുത്തരും വിശ്വസിക്കാൻ വയ്യ. നിനക്ക് ശരിക്കും ടാക്സി തന്നെ പണി? ജോലിയും കൂലി ഇല്ലാത്തവനാ മോഷണത്തിന് ഇറങ്ങുന്നത്. ഞാൻ ആ പന്ന തള്ളക്ക് രണ്ട് കൊടുത്തിട്ട് വരട്ടെ. എന്താടാ നാട്ടിൽ നടക്കുന്ന അവിഹിത ഗർഭങ്ങൾക്കൊക്കെ തന്തമാരെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വല്ല കോൺട്രാക്ട് ഏറ്റെടുത്തിട്ടുണ്ടോ? സാർ, പണിക്കര മുതലാളിയും മകനും കൂടി ഈ നാട്ടിൽ ഒരുപാട് സ്ത്രീകളെ നശിപ്പിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനിയായ നാരായണപിള്ളയുടെ മകൾ രേഖയെ പറഞ്ഞു മയക്കി ഗർഭിണിയാക്കിയിട്ട് ഇപ്പോൾ കൈയൊഴിഞ്ഞിരിക്കുകയാണ് സാർ. എടാ, അതിന് നിങ്ങൾ കൊടി പിടിക്കാനും നാടകം കളിക്കാനും പോകുന്നത് എന്തിന്?
ആർക്കെങ്കിലും ഗർഭമുണ്ടായാൽ ഗർഭസ്ഥ വന്ന കംപ്ലൈന്റ് എഴുതി തരണം. അപ്പോൾ ഞങ്ങൾ അതിനെപ്പറ്റി അന്വേഷിക്കും. അതിനൊക്കെ വേണ്ടിയാണ് ഈ ഉടുപ്പിട്ടുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത്. അതിരിക്കട്ടെ, നിന്റെയൊക്കെ ആരെങ്കിലും ആണോടാ ആ പെണ്ണ്? എൻ്റെ അമ്മാവൻ്റെ മകളാണ് സാർ രേഖ. അപ്പോൾ മുറപ്പെണ്ണ്. അവൾ നിന്റെ മുറപ്പെണ്ണാണെന്ന് വെച്ച് ഗർഭം ഉണ്ടാകാൻ പാടില്ലെന്നുണ്ടോ? ഇനിയിപ്പോ ഇത് മുരളിയുടേതാണെന്ന് എന്താ ഉറപ്പ്? നിന്റെ ആണെന്ന് മുരളിക്കും പറഞ്ഞൂടെ? സാർ, മുരളിയാണ് രേഖ നശിപ്പിച്ചത്. നീ കണ്ടോ? അഥവാ ആണെന്ന് തന്നെ ഇരിക്കട്ടെ, അതിന് പ്ലക്കാർഡും പിടിച്ച് ഡാൻസും കളിച്ച് കടപ്പുറത്താണ് നനമുണ്ടാക്കണം വേണ്ടത്. ഞാൻ അന്നേ പറഞ്ഞതാണ് എനിക്ക് വെറുതെ ജോലി ഉണ്ടാക്കി വെക്കരുതെന്ന്. നിങ്ങളെ ഞാനിവിടെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് പബ്ലിക് ന്യൂസൻസിന്റെ പേരിലാണ്. അതായത് പൊതുശല്യം. അഴിച്ചു വിട്ടാൽ അടങ്ങിയിരുന്നില്ലെങ്കിൽ അഴിക്കകത്താക്കും ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. പിന്നെ രേഖയുടെ കാര്യം. പരാതിക്കാരി ഒന്ന് പരാതി സമർപ്പിക്കട്ടെ, വേണ്ടത് ചെയ്യാം. രേഖ, ഞാൻ എവിടെയല്ലേ അന്വേഷിച്ചെന്നറിയോ? ഒടുവിലാണ് അറിഞ്ഞത് നീ പട്ടണത്തിലേക്ക് മടങ്ങിയെന്ന്. രേഖ, എനിക്കൊരു ഉപകാരം ചെയ്യണം. നീ എൻ്റെ കൂടെ പോലീസ് സ്റ്റേഷൻ വരുന്നതല്ല. ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടും ആ മുരളൻ ഇൻസ്പെക്ടർ അത് വിശ്വസിക്കുന്നില്ല. ആ പണിക്കരെ മകനെ ഒതുക്കാൻ ഇതിനേക്കാൾ നല്ലൊരു അവസരം ഇനി വരില്ല. ഞാൻ പോലീസ് സ്റ്റേഷനിൽ എന്നിട്ട് എല്ലാ കാര്യങ്ങളും ആ എസ് ഐയോട് തുറന്നു പറയണം. കോടതിയിൽ വെച്ച് ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ചാരിത്രം പിച്ചിച്ചീന്തിയ രീതി എതിർഭാഗം വക്കീൽ ചോദിക്കുന്ന പോലെ എസ് ഐയുടെ ചോദ്യങ്ങൾക്കും നിങ്ങളുടെ എല്ലാം മുന്നിൽ വെച്ച് ഞാൻ വിശദീകരണം തരണം, അല്ലേ? ശരി, ഞാൻ സ്റ്റേഷനിൽ വന്ന് പറഞ്ഞാൽ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ പിതൃത്വം നിങ്ങൾ എനിക്ക് സ്ഥാപിച്ചു തരുമോ? അതിനുവേണ്ടിയാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. ശ്രമം മാത്രമേ ഉള്ളൂ, ഉറപ്പില്ല, അല്ലേ? ഇപ്പോഴിത്തരം പ്രശ്നങ്ങളുള്ളപ്പോൾ നീ പട്ടണത്തിലേക്ക് മടങ്ങിപ്പോയാൽ അതിനുറപ്പുണ്ടാവുമോ? ഉണ്ടാകും. ആ ഉറപ്പ് നേടിയിട്ടാണ് ഞാൻ പോകുന്നത്. മുരളി നിന്നെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചോ? ഇല്ല, പക്ഷേ മുരളിയെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിക്കാമെന്ന് അവർ സമ്മതിച്ചു. ആരെ? പണിക്കർ സാറിന്റെ കുടുംബവുമായി ഏറ്റവും അടുത്ത വ്യക്തിയെന്ന നിലയിൽ ഞാൻ ഇതേക്കുറിച്ച് അദ്ദേഹത്തോട് സംസാരിക്കാം. ഞാൻ പറഞ്ഞാൽ അദ്ദേഹം കേൾക്കാതിരിക്കില്ല. മുരളിയുമായുള്ള വിവാഹം ഞാൻ നടത്തിത്തരാം. നീ ഫൈനൽ എക്സാമിനേഷൻ എഴുതേണ്ട കുട്ടിയല്ലേ? ഇങ്ങനെയൊക്കെ ഉണ്ടായെന്ന് വെച്ച് നീ നിന്റെ വിദ്യാഭ്യാസം മുടക്കരുത്. പട്ടണത്തിൽ ചെന്ന് പരീക്ഷ എഴുതണം. മടങ്ങി വരുന്നതിന് മുൻപ് എല്ലാ കാര്യങ്ങൾക്കും ഞാനൊരു തീരുമാനം ഉണ്ടാക്കി വയ്ക്കാം. എന്നെ വിശ്വസിക്കൂ. ആ സ്ത്രീ പണിക്കരുടെ ആളാണ്. ഇതെല്ലാം അവരൊന്നിച്ചാലോചിച്ചിട്ടുള്ള ഒരു തന്ത്രമാണ്. നിന്നെ ഇവിടുന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള ഉദ്ദേശത്തിലാണ് അവർ സ്നേഹത്തിൽ പൊതിഞ്ഞ വാചകങ്ങൾ കൊണ്ട് നിന്നെ ഉപദേശിച്ചത്. അവരുടെ വാക്കും കേട്ട് നീ ഇവിടുന്ന് പോകരുത്. ഹരി, നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി എന്നെ ഒരു കരുവാക്കരുത്. ഒരു സ്ത്രീക്ക് മാത്രമേ മറ്റൊരു സ്ത്രീയുടെ ദുഃഖം മനസ്സിലാവൂ. ഞാൻ തികച്ചും ഡോക്ടറെ വിശ്വസിക്കുന്നു. ഞാൻ വരട്ടെ. രേഖയെ ഡോക്ടർ പരീക്ഷ എഴുതാൻ പറഞ്ഞയച്ചില്ലേ? അതുപോലെ മുരളിയും ഫൈനൽ ഇയർ എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. രണ്ടുപേരുടെയും വിദ്യാഭ്യാസം കഴിയട്ടെ. നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞുറപ്പിച്ച സ്ഥിതിക്ക് സമയപരിധിയുടെ പ്രശ്നമില്ലല്ലോ. ഇത്രയും വേഗം ഈ പ്രശ്നം തീർക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല. ഞാൻ എതിർക്കുമെന്ന് കരുതിയല്ലേ? ആദ്യമൊക്കെ സത്യത്തിൽ എനിക്കും ഭയങ്കര എതിർപ്പായിരുന്നു. പിന്നീട് ഓരോന്ന് ആലോചിച്ച് നോക്കുമ്പോൾ കാലത്തിനൊത്ത കോലം മാറിയല്ലേ പറ്റൂ. ഞാൻ ഈ വിവരം ഇപ്പൊ തന്നെ രേഖ എഴുതി അറിയിച്ചോട്ടെ? തീർച്ചയായും. മനസമാധാനത്തോടെ അവള് പഠിച്ചു പാസ്സാകട്ടെ. ഇതാണ് പ്രായമായവർ പറയുന്നത്, അവനവന്റെ കൈ തലക്ക് വെച്ച് കിടന്നുറങ്ങണമെന്ന്. വല്ലവന്റെ കൈ തലക്ക് വെച്ചാ അവന് തോന്നുമ്പോ വലിച്ചൂരി കൊണ്ടുപോകും. നിന്റെ വാക്കിട്ട് ഇറങ്ങി തിരിച്ച് എനിക്ക് വീട്ടിൽ പോലും കയറാൻ വയ്യാണ്ടായി. നാട്ടുകാരുടെ അപ്പന്റെ മുഖത്ത് എങ്ങനെ നോക്കും? അയ്യടാ, നിനക്ക് മാത്രമേ ഉള്ളൂ നാട്ടുകാരും വീട്ടുകാരും. എന്റെ ഉമ്മയുടെ കണ്ണീര് കണ്ടാ സഹിക്കൂലടാ. പക്ഷെ ഒരു കാര്യം, ഏതായാലും എല്ലാവരും നാറി. ഇനി ശരിക്കും അങ്ങോട്ട് നാറട്ടെ. ജീവൻ പോയാലും പോട്ടെന്ന് വെക്കായിരുന്നു. മാനം പോയാലോ? അതും ഇതൊരു അലവലാതി പെണ്ണിന് വേണ്ടി വേണോ? ബെന്നി, നീ രേഖയെ കുറ്റപ്പെടുത്തരുത്. അവളുടെ തലയിൽ ആ ലേഡി ഡോക്ടർ കയറി ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടാകില്ല സംഭവിച്ചത്.
ആ പണിക്കർക്ക് വേണ്ടി അവരെന്തൊക്കെയോ രേഖയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുക. ആ ഡോക്ടർ ഇവിടെ ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ പദ്ധതികളൊന്നും നടപ്പാക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ആദ്യം അവരെ ഇവിടെ ഓടിക്കണം. അത് കഴിഞ്ഞ് രേഖ വരുത്തിയാൽ മതി. അപ്പോൾ പ്രശ്നം കുറെ കൂടെ സങ്കീർണമാവുകയും ചെയ്യും. സംഗതി ശരി തന്നെ. പക്ഷെ അവരെ ഇവിടുന്ന് കെട്ടിയെട്ടിക്കാൻ എന്താണ് ഒരു വഴി? ആ വഴിയൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം, നമ്മുടെ ബുദ്ധി ശക്തി ഒന്നായിരിക്കണം. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞു തോലക്കടാ. വിഷമദ്യം കഴിച്ച് ആളുകൾ മരിച്ചുപോയാൽ എന്താ അവസ്ഥ? ഷാപ്പ് കോൺട്രാക്ടറുടെ കാര്യം പോക്കൻ. വിഷമരുന്ന് കുത്തിവെച്ച് രോഗികൾ മരിച്ചുപോയാൽ എന്താ അവസ്ഥ? എടാ ഹരി, അത് വേണോടാ പുള്ളേ? ആ വേണം. കുറെ രക്തസാക്ഷികളെ സൃഷ്ടിച്ചാലേ ഇവിടെ വിപ്ലവം ജയിക്കുകയുള്ളൂ. എന്താ? ഡോക്ടർ തെറ്റിദ്ധരിക്കരുത്. ഇവനൊരു യുവ കവിയാണ്. ഈയിടെയായിട്ട് തീരെ സുഖമില്ല. അന്ന് കായലോരത്ത് വെച്ച് ഡോക്ടറോട് പറഞ്ഞപ്പോ ഡോക്ടറെ കളിയാക്കാണെന്ന് തോന്നിക്കാണും. ഞങ്ങൾ സമീപിച്ച രീതി തെറ്റായിപ്പോയി എന്ന് പിന്നീട് തോന്നി. ക്ഷമിക്കണം. ഇറ്റ്സ് ഓൾ റൈറ്റ്. എന്താ അസുഖം? നെഞ്ചിന് വേദനയാ. ശ്വാസം വലിച്ചുവിടൂ. ഞാൻ മരുന്നിനെ കുറിച്ച് അല്ലോ അതുപോരാ, ചില സമയത്ത് വളരെ സീരിയസ് ആണ്. സീരിയസ് ആണെന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? നീ ഒന്നും മിണ്ടാതിരിടാ. നിങ്ങളെപ്പോലെ നല്ലൊരു ഡോക്ടർ ഉള്ളപ്പോ അത് ശരിയല്ലെന്ന് കരുതിയ. അയ്യോ ഞാനിപ്പോ ചത്തു. ഞാനൊരു എക്സ്റേ എടുത്തു. എന്തെടുത്താലും വേണ്ടില്ല, കുറഞ്ഞ ഒരു 5-6 ദിവസങ്ങളിലൂടെ കിടത്തി ചികിത്സിക്കണം. എന്താ പേര്? ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ. അത് തന്നെ. ഈ പേഷ്യന്റിന് റൂം നമ്പർ 1 അഡ്മിറ്റ് ചെയ്തേക്ക്. യെസ് ഡോക്ടർ. ഇതാര്? കരുണനോ? നോ, ഐ ആം കരുണദാസ്. നീ നിന്റെ പേരും മാറ്റി? ചേട്ടനല്ലേ പറഞ്ഞ എന്റെ പഴയ തൊഴിൽ മാറ്റാൻ? മാറ്റി. ഒപ്പം ജാതിയും പുതിയ പേരും സ്വീകരിച്ചു. കരുണദാസ്. എങ്ങനെയുണ്ട്? ചേട്ടൻ പറഞ്ഞാൽ എന്റെ മോളിക്കുട്ടിക്ക് വേണ്ടി എന്റെ ഫാദറിനെയും മദറിനെയും വരെ ഞാൻ മാറ്റും. പുരിയില്ലേ? தேவையில்லைன்னு சொல்லும். Can you follow me? നീ ആളങ്ങ് മാറിപ്പോയല്ലോടെ കരുണ. എടാ മദ്രാസിൽ നിനക്ക് എവിടെയാ ജോലി? റെയിൽവേയിൽ. റെയിൽവേയില്ലോ? ആമാ, യാ, റെയിൽവേയിൽ ഫുഡ് ഇൻസ്പെക്ടർ. നിന്റെ ചെത്ത് നിർത്താൻ ഞാൻ പറഞ്ഞത് എത്ര നന്നായി. നിനക്ക് നല്ലൊരു ജോലി കിട്ടി. ആമാ. Ai 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 agapi agapai vadai tayir sadam vadai tayir sadam vadai vadai tayir sadam vadai padam sar padai padam എടാ കരുണ, എടാ കരുണ, vadai നീ അകത്തേക്ക് കയറിയിരിക്കും. മോളിക്കുട്ടിയെ വിളിക്കൂ. എനിക്ക് തിടുക്കമാകുന്നു. ഞാൻ 2 month ലീവ് എടുത്താണ് വന്നിട്ടുള്ളത്. കല്യാണം കഴിഞ്ഞാൽ അവളുമായിട്ട് എനിക്ക് മദ്രാസിലോട്ട് മടങ്ങണം. ഇമ്മീഡിയറ്റ് ആയിട്ട് കല്യാണം നടത്താൻ ഞാൻ താലിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി മടക്കം മോളിക്കുട്ടിയെ കൊണ്ട് മാത്രം. ഫാദറിലോ എന്തിനാണ് കരയുന്നത്? എന്താമോ ചോദിച്ചത്? നിയമപ്രകാരമുള്ള അച്ഛൻ എന്തിനാണ് കരയുന്നതെന്ന്. അവൾ നമ്മളെ ചതിച്ചു കരണ. എന്നെ കാണാത്ത ദുഃഖത്തിൽ എന്തെങ്കിലും കടുങ്കൈ ചെയ്തോ? അതായിരുന്നു ഇതിലും ഭേദം. നിന്റെ ഒഴിവിലൂടെ ചേത്താൻ വന്ന ഒരു രാമകൃഷ്ണനുമായിട്ട് അവൾ ഒളിച്ചോടിപ്പോയി. ഇപ്പൊ ചേട്ടന് മനസ്സിലായില്ലേ? അവൾക്കിഷ്ടം മൂളി കയറുന്നവനെ ആയിരുന്നു. താഴെ നിൽക്കുന്നവനെ അവൾക്ക് ഇഷ്ടമേ അല്ലായിരുന്നു. മോളിക്കുട്ടി, എന്റെ മോളിക്കുട്ടി, ഫിഷ് മോളി.